കാണുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. അതെ, രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ. അഭിഷേകം പരിഹാരം തരും. പെട്ടെന്ന് പറഞ്ഞേ, അഭിഷേകം. അനോയിന്റിംഗ്, അനോയിന്റിംഗ്. യെശയ്യാ 10:27. Let the anointing break every yoke. അഭിഷേകം നുകങ്ങളെ തകർക്കട്ടെ. ആഹാബേ, ഇസബേലേ, ഒരു വശത്ത് അന്ധകാര പരീക്ഷകളെ, ബാലിന്റെ ശക്തികളെ നീ ഒരുമിച്ച് കൂടുമ്പോൾ മറുവശത്ത് ഒറ്റ അഭിഷിക്തൻ മതി. ഹല്ലേലൂയ, ഒരുത്തൻ മതി. കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ചു. ആ വ്യക്തി ഇതാ സ്തോത്രം കൊട്ടാരത്തിൽ വന്നു. നിങ്ങൾക്കറിയാം, ഒരു പ്രസംഗമല്ല പുള്ളി പറഞ്ഞത്, സിംഗിൾ ലൈൻ. സ്തോത്രം. Unless I say there won't be any rain or dew over this land. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്തിൽ ഇനി മഴയും മഞ്ഞും സ്തോത്രം ഉണ്ടാകത്തില്ല. ഒറ്റ വാക്ക് താൻ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഒറ്റ വാക്ക്. എത്ര വാക്ക്? എല്ലാരും പറഞ്ഞാട്ടെ. എത്ര വാക്ക്? ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ. ഒറ്റ വാക്ക്. Unless I say, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്തിൽ ഇനി മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല. എപ്പോഴാണോ താൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ലെന്ന് തിരുവചനം പറയുന്നു, അപ്പോൾ തന്നെ ആ രാജ്യത്തിന്റെ ക്ലൈമറ്റ് മാറി. ഒറ്റ വാക്ക് താൻ പറയുമ്പോൾ ശമരിയ ദേശത്തിന്റെ അന്തരീക്ഷം മാറി. യേശുവിന്റെ നാമത്തിൽ ഒരു വാക്ക് ദൈവത്തിൽ നിന്ന് വന്നാൽ നിന്റെ അന്തരീക്ഷം മാറും. നിന്റെ അന്തരീക്ഷത്തെ മാറ്റുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നിന്റെ അന്തരീക്ഷത്തെ മാറ്റുന്നതാണ് ദൈവത്തിന്റെ വചനം. യേശുവിൻ നാമത്തിൽ നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറട്ടെ. ആ കുഞ്ഞിന്റെ സ്ഥിതി മാറട്ടെ. ആ വിദ്യാഭ്യാസത്തിന്റെ ലെവൽ മാറട്ടെ. ആ ഓഫീസിന്റെ സ്ഥിതി മാറട്ടെ. അന്തരീക്ഷങ്ങൾ മാറുകയാണ്. ഏറ്റെടുത്ത്, അന്തരീക്ഷങ്ങൾ മാറുകയാണ്. അടുത്ത ദിവസം, നാളെ വർക്കിംഗ് ഡേ. നാളെ വർക്കിംഗ് ഡേക്ക് നീ കടന്നു പോകുമ്പോ, നിന്റെ ഓഫീസിൽ എത്തുമ്പോ നാളെ നീ മനസ്സിലാക്കും ഇന്നത്തെ സഭായോഗം അനുഗ്രഹമായിരുന്നെന്ന്. ഇന്നല്ല നീ അറിയുന്നത്. നാളെ നിന്റെ ഓഫീസിൽ പോകുമ്പോ, നാളെ നിന്റെ ഓഫീസിൽ പോകുമ്പോ, നാളെ നിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ നീ പോകുമ്പോ, അപ്പൊ നീ അറിയും സ്തോത്രം ഇന്നത്തെ സഭായോഗം അനുഗ്രഹമായെന്ന്. കാരണം ഇവിടെ ഇരുന്ന് നീ ആരാധിക്കുമ്പോൾ അവിടെ ദുർഭൂതങ്ങളെ അടിച്ചോടിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ അതത് സ്ഥാനത്ത് ചലിക്കുന്നു. ഹല്ലേലൂയ. 4 പേരെ തൊട്ട് പറഞ്ഞാട്ടെ. അന്തരീക്ഷം മാറുകയാണ്. പെട്ടെന്ന് പറ. അന്തരീക്ഷം മാറുകയാണ്. എഡ്യൂക്കേഷന്റെ, ഭാവിയുടെ, ഫിനാൻസിന്റെ, ആരോഗ്യത്തിന്റെ, ക്ലൈമറ്റ് ഈസ് ചേഞ്ചിങ്. അന്തരീക്ഷം മാറുകയാണ്. വാതുറന്ന് സ്തോത്രം പറയണം യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. സ്തോത്രം. അന്തരീക്ഷം മാറുകയാണ്. എല്ലാ മൂടാപ്പുകളും വിട്ടുപോകട്ടെ. എല്ലാ തണുപ്പുകളും മാറിപ്പോകട്ടെ. എല്ലാ ഭൂതങ്ങൾ വിട്ടുപോകട്ടെ. ഒളിച്ചിരിക്കുന്ന ദുഷ്ടക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ക്ലൈമറ്റ് ഈസ് ചേഞ്ചിങ്. അന്തരീക്ഷം മാറുകയാണ്. ഒറ്റ വാക്ക് ദൈവത്തിൽ നിന്ന് വന്നാൽ മതി, നിന്റെ അന്തരീക്ഷം മാറും. അർത്ഥം, നിന്റെ ജീവിതം മാറും. 10 കോടി രൂപ വന്നാലും ചിലപ്പോൾ നിന്റെ സ്ഥിതി മാറത്തില്ല. പക്ഷെ ദൈവത്തിൽ നിന്ന് ഒരു വാക്ക് വന്നാൽ മതി, തിരിച്ചറിയാൻ കഴിയാത്ത മാറ്റം നിന്നിൽ ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്ത്യൻഡത്തിൽ മോസ്റ്റ് മോഡേൺ ഏജിൽ മറക്കാൻ കഴിയാത്ത 2 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് ഓറോ റോബർട്സ്, മറ്റൊന്ന് കെന്നത്തി ഹേഗൻ. രണ്ടുപേരുടെയും സ്തോത്രം അതേ അനുഭവം സിമിലർ ആയിരുന്നു. കെന്നത്തി ഹേഗന്റെയും ഓറോ റോബർട്സിന്റെയും. രണ്ടുപേരും മരണാസന്നരായി കിടക്കുന്നതായ സമയത്ത്, മരണത്തോട് സ്തോത്രം അവരിതാ സമീപിച്ചിരിക്കുന്നതായ സന്ദർഭത്തിൽ സ്തോത്രം ദൈവത്താൽ അസാധ്യമായി വല്ലതുമുണ്ടോ? ഒറ്റ വാക്കാണ് ദൈവാത്മാവരോട് ഇടപെട്ടത്. ദൈവത്താൽ അസാധ്യമായി വല്ലതുമുണ്ടോ? മുങ്ങി താഴുന്നവനാണ് സ്തോത്രം. നീന്തലറിയാതെ മുങ്ങി താഴുന്നവൻ പെട്ടെന്ന് ലൈഫ് ജാക്കറ്റ് കിട്ടുമ്പോൾ അവൻ രക്ഷപ്പെടുന്നത് പോലെ അവരെ വചനത്തിൽ കയറി പിടിച്ചു. ഇത് പകൽക്കാലം ലൈഫ് ജാക്കറ്റിനെ തള്ളി മാറ്റല്, കയറി പിടിച്ചോളണം. ഒറ്റ വാക്ക് മതി നീയും നിന്റെ തലമുറയുടെയും സ്ഥിതി മാറുവാൻ. ആമേൻ. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് അയക്കുന്ന വാക്ക്, വചനം, അത് ലൈഫിനെ മാറ്റുന്നതാണ്. അത് സ്തോത്രം ലൈഫ് ജാക്കറ്റ് പോലെയാണ്. അവർ രണ്ടുപേരും സ്തോത്രം ആ വചനത്തിൽ വിശ്വസിച്ചു. അവസാനം സ്തോത്രം ലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. ശമരിയയുടെ കൊട്ടാരത്തിൽ ആഹാബിന് മുൻപിൽ ഇതാ സ്തോത്രം ഏരിയാവെന്ന് പറയുന്നു. ആഹാബ് ഇവിടെ ഇരിക്കുന്ന ചിലരെ പോലെ ദിവാസ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര മഴയായിരിക്കും, ഭയങ്കര പെയ്ത്തായിരിക്കും, നമ്മുടെ താഴ്വരകൾ മുഴുവൻ സ്തോത്രം അതേ ഉറവ പൊട്ടും, ഭയങ്കര കൊയ്ത്തായിരിക്കും, നമ്മുടെ
മുന്തിരി എല്ലാം പൂക്കും, നമ്മുടെ ഒലിവിലെല്ലാം ഭയങ്കര കായ്ക്കും, എൻ്റെ കളപ്പുര മുഴുവൻ നിറയും. കാരണം കിട്ടിയിരിക്കുന്നത് ഇസബേലിനെയും. അവളെ കിട്ടിയപ്പോ ഇതാ സ്തോത്രം ബാലിനെയാണ് കിട്ടിയിരിക്കുന്നത്. സർഫ് വാങ്ങിച്ചപ്പോ സോപ്പ് ഫ്രീ എന്ന് പറയുന്ന പോലെ, ഒരിക്കൽ കൂടെ സർഫ് വാങ്ങിച്ചപ്പോ മേടിച്ചപ്പോ സോപ്പ് ഫ്രീ എന്ന് പറയുന്ന പോലെ ഇസബേലിനെ കിട്ടിയപ്പോ സ്തോത്രം ഇതാ ബാലും കൂടെ വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം തല തിരിഞ്ഞ് നിന്റെ അടുത്ത് വരുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, എൻ്റെ പിൻപിൽ ഒരു ദുർഭൂതം കൂടെയുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഇന്ന് പകലും വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളെ ദുഷ്ടാത്മ സൈന്യത്തോടും അത്രേ. കരങ്ങളടിച്ച ദുഷ്ട ശക്തിയെ പുറത്താക്ക്. ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. സ്തോത്രം, അന്തരീക്ഷം മാറി. കൊട്ടാരത്ത് നാ പുള്ളി ഇറങ്ങിയതും സ്തോത്രം അന്ന് ടിവിയും ന്യൂസ് പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതേ ബ്രേക്കിംഗ് ന്യൂസ് വന്നേനെ. അന്തരീക്ഷം മാറി. ബാലിനെ നിശ്ചലമാക്കിയിട്ട് ദൈവം സ്തോത്രം ഇതാ ഏലിയാവിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇന്ന് പകൽ എന്റെ പ്രാർത്ഥന ഇതാണ്, യേശുവിന്റെ നാമത്തിൽ ഈ പട്ടണത്തിന്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് പല മേഖലകളും മണ്ഡലങ്ങളും ഇന്ന് പകൽ നിശ്ചലമാകട്ടെ. ആമേൻ. വാരിയേഴ്സ്, യോദ്ധാക്കൾ അവന് കൈയില്ല, അവന് കാലില്ലെന്ന് പിശാച് പല്ലിളിക്കുന്നെങ്കിൽ സ്തോത്രം നിനക്ക് ആ കുഴപ്പം ഈ കുഴപ്പം എന്ന് പിശാച് സ്തോത്രം പല്ലിളിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ മിണ്ടാതിരിക്കും പിശാച്. സ്തോത്രം, ആറിയ കയ്യിലെ കളിപ്പാട്ടമല്ല, ഞാൻ ദൈവത്തിന്റെ യോദ്ധാവാണ്. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വലോകങ്ങൾ, ദുഷ്ടാത്മ സൈന്യങ്ങൾ ഇന്ന് പകൽ വരയ്ക്കട്ടെ. കാരണം ദൈവം നിനക്കായി എഴുന്നേൽക്കുകയാണ്. സ്തോത്രം. ഒറ്റ വാക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. സ്തോത്രം. തുടർന്ന് വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. 3.5 വർഷമാണ് യാക്കോബ് പറയാണ്, 3.5 വർഷമാണ് ഏലിയാവിന്റെ ശുശ്രൂഷയുടെ 3.5 വർഷമാണ് ഏലിയാവ് പ്രാർത്ഥിച്ച് മഴയെ നിർത്തിയതെന്ന്. 3.5 വർഷമാണ് പഴയ നിയമത്തിൽ ഏലിയാവിന്റെ ശുശ്രൂഷ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, പഴയ നിയമത്തിൽ ഏലിയാവിന്റെ ശുശ്രൂഷ 3.5 വർഷമാണ്. എന്നാൽ 3.5 വർഷമല്ല അവന്റെ കംപ്ലീഷൻ, അവന്റെ പൂർണ്ണമായ ശുശ്രൂഷ 3.5 വർഷമല്ല, അടുത്തൊരു 3.5 വർഷം കൂടിയുണ്ട്. പഴയ നിയമത്തിൽ 3.5 വർഷം, പുതിയ നിയമത്തിൽ 3.5 വർഷം. സ്തോത്രം. അർത്ഥം, നിന്റെ ശുശ്രൂഷ തികയാതെ നിന്നെ പകുതിയിൽ വഴിച്ച് തകർത്ത് കളവാൻ ആർക്കും കഴിയത്തില്ല. വെറുതെ കൈയടിക്കൽ കേൾക്കണം. ഈ വചന വെളിപ്പാട് ശക്തമായി ഏറ്റെടുക്കണം. പഴയ നിയമത്തിൽ 3.5 വർഷം, പുതിയ നിയമത്തിൽ 3.5 വർഷം. പഴയ നിയമത്തിലെ ഏലിയാവിന്റെ ശുശ്രൂഷ ശബരി എന്ന രാജ്യത്തിൽ മാത്രമാണ്. പക്ഷെ പുതിയ നിയമത്തിലെ ഏലിയാവിന്റെ ശുശ്രൂഷ നാഷണൽ അല്ല, ഇന്റർനാഷണൽ ആണ്. പഴയ നിയമത്തിൽ ഒരു രാജ്യം മാത്രമുള്ള നാഷണൽ ആണെങ്കിൽ പുതിയ നിയമത്തിൽ സ്തോത്രം ഏലിയാവിനെ എല്ലാവരും കാണാൻ വേണ്ടി പോവാ. ഏലിയാവിനെ എല്ലാവരും കാണും. CNN, ABC, NBC, ഏഷ്യാനെറ്റ്, MMTV, മാതൃഭൂമി, ഇത് മുഴുവൻ സ്തോത്രം ഏലിയാവ് യെരൂശലേമിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത് ലോകം മുഴുവൻ കാണുവാൻ വേണ്ടി പോകുന്നു. അയ്യോ എന്തോ സന്തോഷം. ഉറക്കം വന്നിരുവൽ എല്ലാവരും കണ്ണു തറ. ഓ അപ്പ വേണം എനിക്കൊരു ഹോളി ലാൻഡ് ട്രിപ്പ് നടത്താൻ. ഏലിയാവ് സ്തോത്രം ഇറങ്ങി, അതേ ഏലിയാവ് ഇറങ്ങി നിന്ന് സ്തോത്രം യെരൂശലേമിൽ ശുശ്രൂഷിക്കാൻ വേണം ഏലിയാവിനെ ഒന്ന് നേരിട്ട് കാണാൻ. ഏലിയാവ് സ്തോത്രം അതെ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് നേരിട്ട് കാണാൻ വേണ്ടി. മക്കളെ, നീ പോകത്തേ ഉള്ളൂ, ഞാൻ കാണത്തില്ല. അന്ന് നീ 666 അടിച്ചിട്ട് സ്തോത്രം നീ അന്ന് ഏലിയാവിനെ കാണുവാൻ വേണ്ടി പോകും. അർത്ഥം, അന്ന് അന്തിക്രിസ്തുവിനെ മിണ്ടാതാക്കി, അന്തിക്രിസ്തുവിനെ സ്തോത്രം അതെ ആഹാബിനെ ഇസബേലിനെ മിണ്ടാതാക്കിയ ഏലിയാവ് അന്ന് അന്തിക്രിസ്തുവിനെ, സാക്ഷാൽ അന്തിക്രിസ്തുവിനെ മിണ്ടാതാക്കി അടുത്ത 3.5 വർഷവും ശുശ്രൂഷിക്കും. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച കർത്താവിനോട് നിങ്ങളെ നോക്കി പറവാൻ വേണ്ടി പറഞ്ഞത് ഏലിയാവിന്റെ ഫസ്റ്റ് 3.5 വർഷത്തെക്കാൾ ഒത്തിരി മഹത്വമായിരിക്കും ഏലിയാവിന്റെ സെക്കൻഡ് 3.5 വർഷം. അയ്യോ, ഈ കസേരയിൽ ഒട്ടിപ്പോയ മക്കളെ, സ്തോത്രം. നിന്റെ ജീവിതത്തിൽ നീ കണ്ട മറ്റേതൊരു സീസണേക്കാൾ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച ഏതൊരു സീസണേക്കാൾ ഏറ്റവും ഗ്ലോറിയസ് ആയിരിക്കും അടുത്ത നാളുകളിൽ, അടുത്ത മാസങ്ങളിൽ വെളിപ്പെടുന്നതായ അടുത്ത സീസൺ. എന്നാൽ തിരുവചനം പറയുന്നു സ്തോത്രം അതെ അവന് എഴുന്നേറ്റുന്നത് ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ the nation totally changed. ആ രാജ്യം സ്തോത്രം രാജ്യത്തിന്റെ ക്ലൈമറ്റ് പരിപൂർണമായി മാറ്റപ്പെടുകയുണ്ടായി. സ്തോത്രം അതെ ആ ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴയവൻ നിർത്തി. എവിടെ? where was the platform for Elijah to stop the rain? ആ മഴയെ നിർത്തുവാൻ അവന്റെ പ്ലാറ്റ്ഫോം കർമ്മേലായിരുന്നു. കർമ്മേൽ. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, കർമ്മേൽ. ഒരിക്കൽ കൂടെ ശക്തിയോടെ. എന്നാൽ കർമ്മേലിൽ എത്തണമെങ്കിൽ മറക്കരുത്, ഒരു കെരീതിന്റെ അനുഭവം നിനക്കുണ്ടായിരിക്കണം. ഒരിക്കൽ കൂടെ സ്തോത്രം, ഒരു കർമ്മേൽ എത്തണമെങ്കിൽ സ്തോത്രം ഒരു കെരീത് നിനക്കുണ്ടായിരിക്കണം. ഒരു കെരീത് ഇല്ലാതെ ഒരിക്കലും കർമ്മേലിൽ നിനക്ക് സക്സസ് ആകാൻ കഴിയത്തില്ല.
എത്ര പേരാമേൻ പറഞ്ഞ? ഒരിക്കൽ കൂടെ, ഒരു കർമ്മേലിൽ നീ ജയിക്കണമെങ്കിൽ, കർമ്മേലിൽ കോൺഫ്രണ്ടേഷൻ വരുമ്പോൾ, ശത്രു വെല്ലുവിളിക്കുമ്പോൾ, ഓപ്പൺലി ശത്രു വെല്ലുവിളിക്കുമ്പോൾ, നിന്നെ ഒതുക്കിയിട്ടേ ഉള്ളൂ, നിന്നെ തകർത്തിട്ടേ ഉള്ളൂ, നിന്റെ സഭയെ പൂട്ടിയിട്ടേ ഉള്ളൂ, നിന്നെ ശുശ്രൂഷയെന്ന് തെറിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് ശത്രു നേരിട്ട് വെല്ലുവിളിക്കുമ്പോൾ, സ്തോത്രം, കർമ്മേലിൽ ജയിക്കണമെങ്കിൽ കേൾക്കണം, നിനക്കൊരു കെരീത് ഉണ്ടായിരിക്കണം. നിനക്കൊരു പരസ്യ ജയമാണ് കർമ്മേലിൽ വെളിപ്പെടുന്നത്. അടുത്ത ആഴ്ചകൾ വീണ്ടും നമ്മൾ കേൾക്കും, അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ കേൾക്കും. നിനക്കൊരു പരസ്യ ജയമാണ് അടുത്ത നാളുകൾ ദൈവം നൽകിയിരിക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ബോയ്സ് ആൻഡ് ഗേൾസ്, നീ പരസ്യ കോരം എന്നല്ല പരിശുദ്ധാത്മാവ് ഈ പ്രവചന ദൂതിൽ പറയുന്നത്. പകരം നിനക്കൊരു പരസ്യ ജയം നിനക്കുണ്ട്. അടുത്തിരിക്കുന്ന രണ്ടുപേർക്ക് ഹൈഫൈ കൊടുത്ത് പറഞ്ഞോട്ടെ, പരസ്യ ജയം. പെട്ടെന്ന് പറഞ്ഞേ, പരസ്യ ജയം. യെസ്, പരസ്യ ജയം. കർമ്മേൽ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഓപ്പൺ വിക്ടറി. അതൊരു പരസ്യ ജയമാണ്. എന്നാൽ പരസ്യ ജയത്തിന് മുൻപ് കേൾക്കണം സഭ, ഒരു പരസ്യ ജയത്തിന് മുൻപ് ഒരു രഹസ്യ ഒരുക്കമുണ്ട്. ഒരു രഹസ്യ ഒരുക്കത്തിൽ മാത്രമേ ഒരു പരസ്യ ജയത്തിന് വേണ്ടി, സ്തോത്രം, ദൈവം തന്നെ കൊണ്ടുചെല്ലത്തുള്ളൂ. ഓ ഗ്ലോറി, യെസ് ലോർഡ്. ഒരുക്കം കർത്താവേ, ഒരുക്കം കർത്താവേ. രഹസ്യത്തിൽ ഒരുക്കിയിട്ടാണ് തമ്പുരാ പരസ്യത്തിൽ നിർത്തുന്നത്. പലർക്കും പറ്റുന്നതായ കാര്യം രഹസ്യത്തിൽ ഒരുങ്ങാതെ നിൽക്കുന്നത് കൊണ്ട് അവർ പരസ്യ കോലമാകുന്നു. ക്രൈസ്റ്റ് സെന്റർ, നിനക്ക് മുൻപായി പോയതായ മറ്റുള്ളവർക്ക് സംഭവിച്ച ഡാമേജ്, കാഷ്വാലിറ്റി നിനക്കുണ്ടാകാതിരിപ്പാൻ കർത്താവ് നിന്നെ നോക്കി പറയുന്നു, നിനക്കൊരു കെരീത് ഉണ്ട്, നിനക്കൊരു കെരീതുണ്ട്. ആ കെരീതിൽ ആണ് ദൈവം നിന്നെ കർമ്മേലിന് വേണ്ടി ഒരുക്കുന്നത്. രഹസ്യത്തിൽ നിന്നെ ഒരുക്കി പരസ്യത്തിൽ തലയെടുപ്പോടുകൂടെ ആരുടെ മുൻപിൽ കൂസാതെ, ഒന്നിന്റെ മുൻപിൽ കൂസാതെ, സകലത്തെയും വെല്ലുവിളിച്ച് ഒരു ബുൾഡൗസർ പോലെ നിന്നെ നിർത്തുന്നവനാണ് ദൈവം. അതിന് നിനക്കൊരു കെരീതുണ്ട്. സ്തോത്രം. നിങ്ങൾ ചോദിക്കും, അങ്ങളെ കെരീത് എത്ര നാളാണ്? 18-ാം അധ്യായം 1-ാം വാക്യം 1 രാജാക്കന്മാർ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സീദോനിൽ 3 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. സീദോനിൽ 3 വർഷമായിരുന്നു ഏരിയ ഉണ്ടായിരുന്നതെങ്കിൽ 3.5 വർഷമാണ് ടോട്ടൽ. 3 വർഷം സീദോന് പോയെങ്കിൽ, അടുത്ത ആഴ്ച കേൾക്കും, 3 വർഷം സീദോനിൽ പോയെങ്കിൽ കെരീതിൽ, അല്പം പോലും മടി കൂടാതെ പറയാം, കെരീതിൽ ഏരിയ ഉണ്ടായിരുന്നത് 6 മാസമാണ്. സ്തോത്രം. കെരീതിൽ ഏരിയ വരുന്നത് 6 മാസമാണ്. 6 മാസം. സ്തോത്രം. മിനിമം 180 ഡേയ്സ്, 180 ദിവസം. സ്തോത്രം. ഇതാ അവൻ കെരീതിൽ ഏരിയ ഇരിക്കുകയാണ്. എത്ര ആൾക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ദൈവവചനത്തിന് ആഴത്തിനായി കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 180 ദിവസം കെരീത് തോട്ടിന്റെ കരയിൽ ഏലിയാവിത കാത്തിരിക്കുകയാണ്. ഒരു ദൂത് പറഞ്ഞിട്ട് ചെത്തി നടന്നില്ല. അവൻ അവിടെ നിന്ന് പോയി രഹസ്യത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കർത്താവിത പ്രവചന ദൂതിന്റെ പ്രത്യേകത പറയുന്നു, നീ ഒരു പ്രവാചകനെങ്കിൽ, നീ കാലഘട്ടത്തിന്റെ ഒരു പ്രവാചകെങ്കിൽ, പാളയം വഴി ചാല വഴി കറങ്ങി നടക്കല്ല്. ഞാൻ പുസ്തകത്തൊന്ന് പറയട്ടെ, പാളയം ചാല വഴി ഊടാടി നടക്കുന്നതല്ല മക്കളെ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ മഹത്വത്തിൽ മറഞ്ഞിരിക്കുന്നതാണ്. Come on. Rokobo shatuline mekevene amsha. മഹത്വത്തിൽ മറഞ്ഞിരിക്കുന്നതാണ്. ഇരുത്തം കർത്താവേ, പഠിപ്പിക്ക കർത്താവേ, മറയേണ്ടടുത്ത് മറഞ്ഞ്, ഒളിക്കേണ്ടടുത്ത് ഒളിച്ചിരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. പിറപ്പിന്റെ മറവിൽ ഇരിക്കുന്ന കുറുപ്രാവിനെ പോലെ അത് പുറത്തിറങ്ങിയാൽ പാമ്പ് അതിനെ കൊത്തും. എന്നാൽ സ്തോത്രം, പാമ്പിന് കയറാൻ പറ്റാത്തതായ ഒരു ഇടമുണ്ട്. ഇസബേലിന്റെ ശക്തിക്ക് തൊടാൻ കഴിയാത്ത ഒരു ഇടമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവ് യേശു ക്രിസ്തുവാകുന്ന യുഗങ്ങളുടെ ഭാര കാൽവരി ക്രൂശിന്മേൽ വെച്ച് തകർക്കപ്പെട്ടെങ്കിൽ ഒളിച്ചോ. കെരീത് തോട്ടിൽ പോയി അവനിതാ ഒളിച്ച് ഇരിക്കുകയാണ്. അവന് സ്തോത്രം വീമ്പിളക്കി നടന്നില്ല. ഞാൻ പറഞ്ഞത് കൊണ്ട് ക്ലൈമറ്റ് മാറിയത് കണ്ടോ? എൻ്റെ ഗ്ലാമറിന്റെ മഹത്വം കൊണ്ടാണ് ദേശത്തിൽ കാലാവസ്ഥ നിന്നത് എന്നവൻ പറഞ്ഞില്ല. അവൻ പോയി ഒളിച്ചു നിന്ന്, സ്തോത്രം, ഒളിച്ചിരുന്ന്. അപ്പോൾ വേദപുസ്തകം പറയുന്നു, സഹോദരൻ, നിങ്ങൾക്കറിയാം സൺഡേ സ്കൂൾ സ്റ്റോറി. അവിടെ ഇതാ റാവൻസ് ആർ കമ്മിങ്. അവിടെ ഇതാ കാക്ക കടന്നു വരുന്നതാണ്. കാക്കയെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കാക്കയെ കണ്ടിട്ടുള്ളവർ, കാക്ക എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഏലിയാവിന്റെ കാലത്ത് കടന്നു വന്ന കാക്ക സ്തോത്രം അല്പം വലിപ്പമുള്ളത്, അല്ലാതെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്തോത്രം നോക്ക് എൻ്റെ കർത്താവേ, ഇത്രയും അധികാരമുണ്ടോ? ഇത്രയും അധികാരമുണ്ടോ? ഇത്രയും വർഷമായി സ്തോത്രം ഈ ഹാളിൽ മീറ്റിംഗ് നടത്തുന്നു, ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല.
അപ്പൊ കാക്ക എന്ന് പറഞ്ഞാൽ ഞാൻ സിംഹം എന്ന് പറഞ്ഞെങ്കിൽ ഓ ഗ്ലോറി ഹല്ലേലൂയ. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചാണ്. യെസ്, ഐ ആം സീരിയസ് ആയ ഒരു കാര്യം പറയട്ടെ. വെൻ യു ആർ ഇൻ ദ അനോയിന്റിംഗ്, നിന്റെ ഒരു വാക്ക് പോലും നിലത്ത് വീഴത്തില്ല. നിന്റെ ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് വീഴാൻ വേണ്ടി ദൂതന്മാരിങ്ങനെ കാത്തിരിക്കുക. അത് വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് നിലത്തിനും വാക്യം നിലത്തിനിടയ്ക്ക് ദൂതനെടുത്ത് അത് അങ്ങനെ തന്നെ ചെയ്യുന്നവനാണ്. നമ്മളിവിടെ കാണുന്നതായ സാധാ കാക്കയേക്കാൾ അല്പം കൂടെ വലിപ്പമുള്ള കാക്കയായിരുന്നു റാമൻസ്. ദാറ്റ് മീൻസ് അല്പൂടെ വലിപ്പമുള്ളത്. അല്ലാതെ വീട്ടിൽ ചെന്ന് സ്തോത്രം അമ്മയെടുത്ത് പറയല്ലോ ഒട്ടക പക്ഷിയുടെ വലിപ്പമുള്ള കാക്കയായിരുന്നു ഏലിയാവിൻ്റെ അടുക്കലേക്ക് പറന്നു വന്നത്. നോ, ഒരിക്കലുമല്ല. അല്പം കൂടെ വലിപ്പമുള്ളത്. എൻ്റെ ചുണ്ടിൽ എന്തോ ഇരിക്കുമെന്ന് ചിന്തിക്കുക. സ്തോത്രം. രാവിലെയും വൈകിട്ടും 2 നേരം, നിങ്ങളുടെ ബൈബിളിലുള്ളതാ 4-ാം വാക്യം, 1 രാജാക്കന്മാർ 17:4. രാവിലെയും വൈകിട്ടും 2 നേരം കാക്ക വന്ന് ഏലിയാവിന് എന്തോ കൊടുത്തു? പുട്ടും പഴവും. പറ, രാവിലെയും വൈകിട്ടും സ്തോത്രം കാക്ക വന്ന് എന്തോ കൊടുത്തു? ചിക്കൻ ടിക്ക മസാല. പറ, എന്തോ കൊടുത്തു? അപ്പവും ഇറച്ചിയും. എല്ലാ മണിക്കൂറിനും കാക്ക ഇങ്ങനെ വന്നിട്ടിരുന്നു എന്നല്ല പുസ്തകം പറയുന്നത്. അയ്യോ സ്തോത്ര മംഗളെ, എന്തോ പറഞ്ഞു പിടിപ്പിക്കുന്നത്. നല്ല വിശപ്പങ്ങളെ, ഈ നേരം ഇത് പറയാതെ ഇതാ വിഴിഞ്ഞം പോർട്ടിൽ എന്നതുപോലെ എൻ്റെ വായിൽ ഇതാ വെള്ളം ഊറുന്നു എന്നാരെങ്കിലും തോന്നുന്നെങ്കിൽ സ്തോത്രം അതെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത്രയും പേരുടെ വായിൽ വെള്ളം ഊറുകയാണ്. സ്തോത്രം. കേൾക്കണം. അതെ, തിരുവചനം പറയുന്നു രാവിലെയും വൈകിട്ടും സ്തോത്രം കാക്ക കടന്നു വന്ന്, രാവിലെയും വൈകിട്ടും കാക്ക കടന്നു വന്ന് സ്തോത്രം അവന് അപ്പവും ഇറച്ചിയും കൊടുക്കുകയാണ്. ഹേ, വാട്ട് ഈസ് ഹി? സ്തോത്രം. അവൻ ആരാണ്? കേൾക്കണം. ദിസ് ഈസ് വെരി വെരി പവർഫുൾ. ഇതെന്നെ ഭയങ്കരമായി അനുഗ്രഹിച്ചു. സ്തോത്രം. ഏലിയാവ് ആരാണ്? ശമരി എന്ന രാജ്യം മാറ്റിയവനാണ്. ഹിസ് എ നേഷൻ ചേഞ്ചർ. ഹിസ് നോട്ട് ആൻ ഓർഡിനറി പാസ്റ്റർ. 4 ചുവരനകത്ത് 1500 പേരെ കണ്ട് തൃപ്തിപ്പെടുന്ന ഒരു പാസ്റ്റർ അല്ല, അവൻ രാജ്യത്തെ മാറ്റിയവനാണ്. ഹിസ് എ നേഷൻ ചേഞ്ചർ. എത്ര പേർക്ക് ഈ തലമുറയിൽ ആഗ്രഹമുണ്ട്? സ്തോത്രം, എനിക്ക് എൻ്റെ രാജ്യത്തെ ഒന്ന് മാറ്റണമെന്ന്, അല്ലെങ്കിൽ രാജ്യം മാറി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളൊന്ന് നന്നായി വീശി ദൈവത്തെ സ്തുതിച്ചാട്ടെ. മക്കളെ, നിന്റെ രാജ്യം മാറണമെങ്കിൽ നിന്റെ പ്ലേറ്റ് മാറണം. നിന്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, നിന്റെ പ്ലേറ്റ് മാറണം. സ്തോത്രം. അല്ലാതെ 38 ഇഡലിയും 4 കുറ്റി പുട്ടും സ്തോത്രം 2.5 പടല മറ്റെന്തുവാ നേന്ത്രക്കായും കഴിക്കുന്നതല്ല. സ്തോത്രം. ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ രാജ്യം മാറ്റുന്നതായ ഒരു ദൈവ പൈതലിൻ്റെ ലക്ഷണം രാവിലെയും വൈകിട്ടും അവൻ്റെ ആഹാരത്തിന് പോലും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ രക്തം ചെയ്യാം. അവൻ്റെ ആഹാരത്തിന് പോലും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. സ്തോത്രം. ഏതോ ഭൂതം ഇങ്ങനെ ഇരുന്ന് ആടിയ പന്നപ്പിശാച്, ഐ റെബ്യൂക്ക് യു ഡെവിൾ ഇൻ ജീസസ് നെയിം. സ്തോത്രം. അതെ, നിന്റെ ആഹാരത്തിന് പോലും ഒരു അച്ചടക്കം ഉണ്ടായിരുന്നു. നിന്റെ ആഹാരത്തിന് പോലും ഒരു മാറ്റമുണ്ട്. നിന്റെ ലൈഫ് മറ്റൊരു വ്യക്തിയെ പോലെയല്ല. വേറൊരാൾ പറയുന്ന പോലെ നിനക്ക് പറയാൻ പറ്റത്തില്ല. വേറൊരാൾ പാടുന്നത് നിനക്ക് പാടാൻ പറ്റത്തില്ല. വേറൊരാൾ സ്തോത്രം ജീവിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിന്റെ ലൈഫിന് പോലും വ്യത്യാസമാണ്. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നോക്കിയാൽ കണ്ണ് തള്ളി നന്നായിട്ടൊന്ന് പറഞ്ഞാട്ടെ, സ്തോത്രം, ഞാൻ അറിയാതെ കർത്താവിനെ മാറ്റുന്നു. പെട്ടെന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം. നീ അറിയാതെ പോലും ദൈവം തന്നെ മാറ്റുകയാണ്. ഒരു രാജ്യം മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ സ്തോത്രം പദ്ധതി. അതിനുവേണ്ടി തമ്പുരാൻ എന്ത് ചെയ്തെന്നറിയോ? ആഹാരത്തിന് പോലും അവൻ അളവ് വെച്ച്, ആഹാരത്തിന് പോലും തമ്പുരാൻ അറിയാതെ ഒരളവ് വെച്ച് ഏലിയാവിൻ്റെ മെനുവിനെ ദൈവം മാറ്റി. ഏലിയാവിൻ്റെ ആഹാര രീതി ദൈവം മാറ്റി. ഇന്ന് പകൽക്കാലം ആയിരിക്കും നോക്കിയ കർത്താവ് പറയുന്നു, നീ അറിയാതെ നിൻ്റെ പല മെനുവിനെ ദൈവം മാറ്റാൻ പോവാ. നീ അറിയാതെ നിൻ്റെ വ്രതത്തെ ദൈവം മാറ്റാൻ പോവാ. ഹല്ലേലൂയ. കുഞ്ഞെ, നിന്റെ ആഹാര രീതി പോലും മാറുന്നെങ്കിൽ മനസ്സിലാക്കണം, വിതൗട്ട് യുവർ നോളജ് there is a high task. നിന്നെക്കുറിച്ച് ഏതാണ്ട് വലിയ കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുണ്ട്. അതുകൊണ്ടാണ് നീ ഇതുവരെ പോകാത്ത റൂട്ട്, നീ ഇതുവരെ കാണാത്ത കാര്യം, നിന്റെ മുൻപിൽ ഇതുവരെ തുറക്കാത്ത വാതിൽ, സ്തോത്രം, നിന്റെ മുൻപിൽ കണ്ടുമുട്ടാത്ത വ്യക്തിത്വങ്ങൾ നീ അറിയാതെ നിന്റെ റൂട്ട് മാറ്റുന്നെങ്കിൽ മനസ്സിലാക്കണം, യെസ്, നീ ഇതുവരെ ചെയ്യാത്ത എന്തോ ചെയ്യുവാനായി ദൈവം നിന്നെ കൈക്ക് പിടിച്ചിരിക്കുന്നു. കാക്ക ആർക്കും കൊടുത്ത ചരിത്രം ഇതുവരെ ഇല്ല.
കാക്ക തട്ടിപ്പറിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. കാക്ക ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാക്ക ഏതാണ്ടൊക്കെ കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാക്ക എന്തെങ്കിലും കൊണ്ടുപോയെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാക്ക എന്തെങ്കിലും കൊണ്ടുപോയെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാക്ക തട്ടിപ്പറിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് ഒരു തരം, രണ്ട് തരം, സ്തോത്രം. അതെ, അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഒരിക്കൽ കൂടെ ബാക്കിയുള്ള എല്ലാവരുടെ പഞ്ചായത്തിൽ നിന്ന് കാക്ക ചത്തുപോയോ, കൂട്ടാത്മഹത്യ ചെയ്തത്? എൻ്റെ കർത്താവേ സ്തോത്രം. കാക്ക ആർക്കും കൊടുത്ത ചരിത്രമില്ല, കാക്ക തട്ടിപ്പറിച്ച ചരിത്രമേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ പാടിയത്, അയ്യോ കാക്കയെ പറ്റിച്ചോ. സ്തോത്രം. കാക്ക ആർക്കും കൊടുത്ത ചരിത്രമില്ല, കാക്ക തട്ടിപ്പറിച്ച ചരിത്രമേ ഉള്ളൂ. തമ്പുരാൻ പറഞ്ഞു, പിന്നെ വേറെ ആർക്കും കൊടുത്ത ചരിത്രമില്ല അവന്. പക്ഷേ സ്തോത്രം, നിന്റെ ജീവിതം അതുപോലെയല്ല. നീ വ്യത്യസ്തനാണ്. ആർക്കും കൊടുക്കാത്ത കാക്ക നിന്റെ അടുത്ത് ഇതാ കടന്നു വരുമാറാകട്ടെ. ഞാൻ ഈ പോയിന്റ് പറഞ്ഞ് നിർത്താൻ വേണ്ടി പോയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ ഇന്ന്. സ്തോത്രം. അല്പനേരം പ്രാർത്ഥിക്കാനാണ് നമുക്ക് നിയോഗം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. അതെ, കാക്ക ഒരു പ്രാവശ്യം കൊണ്ടുവരണമെങ്കിൽ ബൈ ചാൻസിലായിരുന്നു അങ്ങളെ. ഒരു ദിവസം എന്ന് പറഞ്ഞാലും പറയാം, സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലേ. ഒരു ദിവസമല്ല കുഞ്ഞെ, 2 നേരമല്ല. സ്തോത്രം. ഒരു ദിവസം രാവിലെ വൈകിട്ടും 2 നേരമല്ല കാക്ക വന്നത്. 6 മാസം, അർത്ഥം 180 ദിവസം. സ്തോത്രം. ഗുണം 2, 360 പ്രാവശ്യം ഏലിയാവ് കാക്കയുടെ ചിറകടി ശബ്ദം കേട്ടു. 360 പ്രാവശ്യം ഏലിയാവ് കാക്കയുടെ ചിറകടി ശബ്ദം കേട്ടു. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. കാക്ക നല്ലൊരു പക്ഷിയല്ല. കാക്ക നല്ലൊരു പക്ഷിയല്ല. നിങ്ങൾ സ്തോത്രം. അതെ, കാക്കയെ കുറിച്ച് പഠിച്ചാൽ കാക്ക പെന്തിക്കോസല്ല. കാക്ക നല്ലൊരു സ്തോത്രം പക്ഷിയല്ല. കാരണം അശുദ്ധിയുള്ളതായ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കൂട്ടത്തിലാണ് കാക്കയെ ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അശുദ്ധിയുള്ള മൃഗം അതിലൊന്നാണ് പന്നി. സ്തോത്രം. പന്നിയെ തിന്നുന്നവൻ അതിനെ പോലെയാകുന്നു. കമാൺ മക്കളെ, ആരും എന്നെ ശാസിക്കല്ലേ. സ്തോത്രം. അതെ, പന്നി അശുദ്ധിയുടെ മൃഗങ്ങളുടെ കൂടിലാണ്. ആരും വേണ്ടത് ആരെയും സ്തോത്രം പറയുമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. ഇപ്പോഴൊക്കെ അല്ലേ ആരൊക്കെയാണ് ഏതൊക്കെ വശത്തിൽ കൂടിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നത്. സ്തോത്രം. അതെ, പന്നി അശുദ്ധിയുടെ മൃഗത്തിലോട് കൂടിയായിരിക്കുന്നത് പോലെ കാക്കയും അശുദ്ധ ജീവിയാകുന്നു. പക്ഷേ സ്തോത്രം, ഒരു ക്രിസ്ത്യാനി അല്ല വരുന്നത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ടല്ല നിനക്ക് ഈ ദിവസങ്ങൾ പ്രൊവിഷൻ വരുന്നതെന്ന്. ഹല്ലേലൂയ. സഭായോഗം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതല്ല. ഒരു വെളുത്ത കാക്കയല്ല, ആഭരണമില്ലാത്ത വെളുത്ത കാക്കയല്ല നിന്നെ സഹായിക്കാൻ ഈ ദിവസങ്ങളിൽ കടന്നു വരുന്നത്. ആർക്കും കൊടുക്കാത്ത, എല്ലാവരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച ഒരു കള്ളക്കാക്കയെ കൊണ്ട്, ആർക്കും കൊടുക്കാത്ത, സ്തോത്രം, എല്ലാവരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച കൗശലമുള്ളതായ ഒരു കള്ളക്കാക്ക. 1-2 ദിവസമല്ല, 360 ദിവസം. സ്തോത്രം. 360 പ്രാവശ്യം സ്തോത്രം ഏലിയാവിൻ്റെ അടുക്കലേക്ക് പറന്ന് വന്നു. ആ കെരീത് തോട്ടിൻ്റെ കരയിൽ താൻ കാത്തിരുന്നു. ഈ ദിവസങ്ങളിൽ സ്തോത്രം മനസ്സിലാക്കണം. ഹല്ലേലൂയ. കാക്ക പലരിൽ നിന്നും പലതും തട്ടിയെടുത്തതാണ്. സ്തോത്രം. പലതും നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പലതും കാക്ക നിന്നിൽ നിന്ന് തട്ടിയെടുത്തെങ്കിൽ ഈ ദിവസം നമ്മൾ പ്രാർത്ഥിപ്പാൻ വേണ്ടി പോകുന്നു. ഐ എം നോട്ട് എ കോംപ്രമൈസർ. ഞാൻ സന്ധി ചെയ്യുന്നവനല്ല. ഐ എം എ വാരിയർ. ഞാനൊരു യോദ്ധാവാണ്. എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നുന്നത്, കൈമോശം വരുമെന്ന് ചിന്തിക്കുന്നത്, ഈ ദിവസം ഞാൻ മുട്ടിന്മേൽ നിന്ന് യുദ്ധം ചെയ്ത് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പോരാ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ദിവസം പോലും ഇനി നിനക്ക് നഷ്ടമല്ല. ഒരു മാസം പോലും ജോലിയില്ലാത്തതല്ല. ഒരു വർഷം പോലും ഫലമില്ലാതെ പോകത്തില്ല. രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വർഗത്തിലെ അപ്പച്ചൻ ഏതെങ്കിലും ഒരു കാക്കയിലൂടെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരിൽ നടക്കാത്തത്, മറ്റുള്ളവരിൽ സംഭവിക്കാത്തത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കെരീത് തോടിന്റെ കരയിൽ ദൈവം നിന്നെ ഇരുത്തിയിരിക്കുകയാണ്. രഹസ്യത്തിൽ ദൈവം നിന്നെ ഇരുത്തിയിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. രഹസ്യത്തിൽ ദൈവം നിന്നെ ഇരുത്തിയിരിക്കുകയാണ്. രഹസ്യത്തിൽ നിനക്കൊരു യുദ്ധമുണ്ട്. രഹസ്യത്തിൽ ഇന്ന് മുതൽ നിനക്കൊരു യുദ്ധമാണ്. ഇന്ന് രാത്രി മുതൽ, ഇന്ന് വൈകുന്നേരം മുതൽ ആ യുദ്ധ പ്രഖ്യാപനം നടക്കുകയാണ്. 2 പേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ. യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. പറഞ്ഞാട്ടെ, യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും
എല്ലാ വലിയവരും ശത്രുവിന്റെ മണ്ഡലത്തെ നോക്കി യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. പലതും കാക്ക വന്ന് റാഞ്ചി എടുക്കുന്ന പോലെ, കൊത്തിയെടുക്കുന്നത് പോലെ പലതും അൺഎക്സ്പെക്റ്റഡ് എന്നിൽ നിന്ന് പോയെങ്കിൽ നോ, എനിക്കിനി കരയാൻ നേരമില്ല, എനിക്കിനി പരിതപിക്കാൻ നേരമില്ല, എനിക്കിനി മുറിവേൽക്കാൻ നേരമില്ല. യേശുവിന്റെ നാമത്തിൽ കൊണ്ടുപോകാതെ പോയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ തിരിച്ചു വാ. യേശുവിന്റെ നാമത്തിൽ ആ വർഷത്തിന്റെ നന്മ മടങ്ങി വാ, ആ സമ്പത്ത് മടങ്ങി വാ, ആരോഗ്യം മടങ്ങി വാ, ആ പിറ്റുപിറ്ററി ഗ്രന്ഥം പ്രവർത്തിക്കട്ടെ, ആ ചത്തിരിക്കുന്ന കിഡ്നി പ്രവർത്തിക്കട്ടെ, ആ ബ്രെയിൻ റിഫ്രഷ് ആകട്ടെ, ആ ശ്വാസകോശം ക്ലീൻ അപ്പ് ചെയ്യട്ടെ, ശരീരത്തിന്റെ സകല സിസ്റ്റംസും യേശുവിന്റെ നാമത്തിൽ ബലപ്പെടട്ടെ. ദൈവിക വിടുതൽ ഈ ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. 10 മിനിറ്റ് പ്രാർത്ഥിപ്പാൻ കഴിയുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. 10 മിനിറ്റ് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. 10 മിനിറ്റ് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ മുട്ടുമേൽ നിൽപ്പാൻ കഴിയുമെന്ന് പറയുന്നവർ മാത്രം മുട്ടുമേൽ നിന്നാട്ടെ. മക്കളൊരു ഇരുന്ന ഇരിപ്പിനോ അല്ലെങ്കിൽ നിന്നോ ഒക്കെ പ്രാർത്ഥിച്ചാൽ മതി. മുട്ടുമേൽ എനിക്ക് നിൽപ്പാൻ കഴിയുങ്ങളെ എന്ന് പറയുന്നവർ മാത്രം. അവിടെ കസേര ഒത്തിരി അടുത്ത് കിടക്കുന്ന നോ പ്രോബ്ലം, അവിടെ നിന്ന് ഏറ്റവും ഫ്രണ്ടിൽ വന്നാലും കുഴപ്പമില്ല. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ 10 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. ഇൻ ജീസസ് നെയിം. വാരിയേഴ്സ്, നിന്റെ യുദ്ധം സ്തോത്രം അതേ കാലം നിന്നിട്ടല്ല, മുട്ടിന്മേൽ മുട്ടുമടക്കിയിട്ടാണ്. നിന്റെ യുദ്ധം മുട്ടുമടക്കിയിട്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ മുട്ടുമടക്കിയിട്ടാണ്. മുട്ടുമടക്കി സ്തോത്രം അതേ മുട്ടിന്മേൽ നിന്നാട്ടെ. ഓ ഹല്ലേലൂയ. ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല, ആരെയും ഞാൻ നിർബന്ധിക്കില്ല. ദ പീപ്പിൾ ദോസ് ഹു ക്യാൻ, ആർക്കാണോ സ്തോത്രം കഴിയുന്നത്, കഴിവുള്ളവർ മുട്ടിന്മേൽ നിന്നാട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. അന്തരീക്ഷം മാറണം, അന്തരീക്ഷം മാറണം, അന്തരീക്ഷം മാറണം, അന്തരീക്ഷം മാറണം, അന്തരീക്ഷം മാറണം. അപ്പനെ അന്തരീക്ഷം മാറിയേ പറ്റത്തുള്ളൂ, അപ്പനെ അന്തരീക്ഷം മാറിയേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. 16-ാം അധ്യായം പോലെ ശാപത്തിന്മേൽ ശാപം, ബന്ധനത്തിന്മേൽ ബന്ധനം, പ്രശ്നത്തിന്മേൽ പ്രശ്നം, വെല്ലുവിളി, പ്രതികൂലം, ഉപദ്രവം പറ്റത്തില്ല. Let the climate, let the nation, let the situation and the scenario, let it change permanently. യേശുവിന്റെ നാമത്തിൽ പെർമനന്റ് ആയി അത് മാറട്ടെ. വായി തുറന്ന് പ്രാർത്ഥിക്കുക. കമാൺ കമാൺ. ശക്തിയായി, ശക്തിയായി പോരാടി പ്രാർത്ഥിക്കുക, പോരാടി പ്രാർത്ഥിക്കുക, പോരാടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പോരാടി പ്രാർത്ഥിക്കുക, പോരാടി പ്രാർത്ഥിക്കുക. വായി തുറന്ന്, വായി തുറന്ന്, വായി തുറന്ന്, വായി തുറന്ന്. ക്ലൈമറ്റ് ചേഞ്ച് ആകട്ടെ, ക്ലൈമറ്റ് ചേഞ്ച് ആകട്ടെ. കരങ്ങളെ ഉയർത്തി, ശക്തിയോടെ ശബ്ദം ഉയർത്തി. യെസ് യെസ്, പ്രാർത്ഥിക്കുക, പറ, സ്പീക്ക്, സ്പീക്ക് ഇറ്റ് ഔട്ട്. നിന്റെ ശബ്ദം നീ കേൾക്കണം. അന്തരീക്ഷം മാറണപ്പാ, അന്തരീക്ഷം മാറണം. പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന് അന്തരീക്ഷത്തിന് ഇതാ ദൈവജനമായി ഞങ്ങൾ ഇതാ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ദൈവജനമായി ഞങ്ങൾ ആ അന്തരീക്ഷത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പ്രാർത്ഥിക്കുന്നു, ഫുൾ സ്റ്റോപ്പ് ഇട്ട് പ്രാർത്ഥിക്കുന്നു. വെല്ലുവിളിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു, ബുദ്ധിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശക്തിയായി പ്രാർത്ഥിച്ച് ദർശനങ്ങൾ കണ്ട് പ്രാർത്ഥിക്കട്ടെ, ദർശനങ്ങൾ കണ്ട് പ്രാർത്ഥിക്കട്ടെ, പ്രവചിച്ച് പ്രാർത്ഥിക്കട്ടെ, ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ, വിടുതലോടെ പ്രാർത്ഥിക്കട്ടെ. യെസ് യെസ് യെസ്. ഈ ഹാളിലൂടെ കാക്ക വന്നത് നിനക്കൊരു സിംബലാണ്. നിന്റെ അന്തരീക്ഷം മാറുന്നെന്ന്. വ്യക്തിയായി, കുടുംബമായി ദാരിദ്ര്യം മാറട്ടെ, വരുമാനമില്ലായ്മ മാറട്ടെ, കടഭാരം മാറട്ടെ, പ്രതികൂലം മാറട്ടെ, ഭീഷണി മാറട്ടെ. ഭീഷണികൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, അപവാദം മാറട്ടെ, പ്രതികൂലം മാറട്ടെ, വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പൊരുതുക 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 പൊരുതുക. വായു തുറന്ന്, വായു തുറന്ന്. ഇറ്റ്സ് എ വാർ റൂം. ഇതൊരു യുദ്ധത്തിന്റെ മുറി, ഇതൊരു യുദ്ധത്തിന്റെ മുറി, ഇതൊരു യുദ്ധത്തിന്റെ മുറി. ഇതാ ഇതൊരു യുദ്ധത്തിന്റെ മുറിയെന്ന്. വായു തുറന്ന് യുദ്ധം ചെയ്.
ആ പിന്നിലായിരിക്കുന്ന എല്ലാവരും കരങ്ങളെ ഉയർത്തി. യെസ്, ശക്തമായി ശക്തമായി ഒരുക്കം 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 പരസ്യ ജയത്തിനൊരുക്കം, പരസ്യ ജയത്തിനൊരുക്കം. വ്യക്തിയായി, കുടുംബമായി, സഭയായി പരസ്യ ജയം, പരസ്യ ജയം, പരസ്യ ജയം, പരസ്യ ജയം. പരസ്യ കോലമല്ല, പരസ്യ കോലമല്ല, പരസ്യ ജയം. പട്ടണത്തിൽ പരസ്യ ജയം, പട്ടണത്തിൽ പരസ്യ ജയം, പട്ടണത്തിൽ പരസ്യ ജയം, പട്ടണത്തിൽ പരസ്യ ജയം, പട്ടണത്തിൽ ശുശ്രൂഷയിൽ പരസ്യ ജയം, ജീവിതത്തിൽ പരസ്യ ജയം, പരസ്യ ജയം, പരസ്യ ജയം, പരസ്യ ജയം. In Jesus name, in Jesus name, in Jesus name, in Jesus name. പരസ്യ ജയം. Yes, 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 yes. പോരാടി പ്രാർത്ഥിക്കാൻ. പറന്ന് വന്ന് കൊത്തി കൊണ്ടുപോയ കാക്കകൾ പോലെ വീട്ടിനകത്ത് നഷ്ടങ്ങളെ ഇട്ട് കൊത്തി വിഴുങ്ങുമെന്ന് വെല്ലുവിളിക്കുന്നതിനെ ദൂതൻ ഇന്ന് പകലിതാ വെട്ടിയിടുകയാണ്. ദൂതൻ ഇതാ വെട്ടിയിടുന്നു, നഷ്ടങ്ങളെ വെട്ടിയിടുന്നു, ശാപങ്ങളെ വെട്ടിയിടുന്നു. പ്രാർത്ഥിക്കാൻ. In Jesus name, in Jesus name, in Jesus name. ശാസിക്കേണ്ടതിനെ ശാസിക്കട്ടെ, എതിർക്കേണ്ടതിന് എതിർക്കട്ടെ, തകർക്കേണ്ടതിനെ തകർത്തെ. In Jesus name. Querida. Miracle provision, miracle provision, miracle provision, miracle provision, miracle promotion, promotion, provision, promotion, provision. എല്ലാം പ്രൊമോഷൻ ആകട്ടെ. എല്ലാ ജോലികളെ നോക്കി ഞാൻ പറയുന്നു പ്രൊമോഷൻ. I prophesy promotion, I prophesy promotion, I prophesy promotion. ഞാൻ പ്രവചിക്കുന്നു പ്രൊമോഷൻ, ഞാൻ പ്രവചിക്കുന്നു പ്രൊമോഷൻ, ഞാൻ പ്രവചിക്കുന്നു. ഹയർ ലെവൽ, ഹയർ അഡ്മിഷൻ, പ്രൊമോഷൻ. ഓ ഏണികൾ, ഗോമേണികൾ ഇറങ്ങട്ടെ. ഉയർച്ച, ഉയർച്ച. നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. പ്രൊമോഷൻ, പ്രൊമോഷൻ, പ്രൊമോഷൻ. മിറക്കിൾ പ്രൊവിഷൻ, മിറക്കിൾ പ്രൊവിഷൻ. മറ്റുള്ളവർക്ക് കിട്ടാത്തത് ഈ ജനത്തിന്മേൽ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. കമാൺ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കുക. എല്ലാവരും 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 കരീതിന്റെ തോട് ഒഴുകുന്ന പോലെ കരുതലുകൾ ഒഴുകട്ടെ. മാരേജ് പ്രപ്പോസൽസ് റിലീസ് ചെയ്യുന്നു, മാരേജ് പ്രപ്പോസൽസ് റിലീസ് ചെയ്യുന്നു, ജോലികൾ റിലീസ് ചെയ്യുന്നു, ഉയർച്ചകൾ റിലീസ് ചെയ്യുന്നു, നന്മകളെ റിലീസ് ചെയ്യുന്നു. പൈശാചിക മണ്ഡലങ്ങൾ മിണ്ടാതാക്കുന്ന കരുതലുകൾ, ബന്ധുക്കളുടെ വായ അടപ്പിക്കുന്ന ദൈവത്തിന്റെ കരുതലുകൾ, നിന്റെ പ്രാർത്ഥന എന്താ എന്ന് ചോദിക്കുന്നവരെ മിണ്ടാതാക്കുന്ന ദൈവത്തിന്റെ കരുതലുകൾ, നിന്റെ വിശ്വാസം എന്താ എന്ന് വെല്ലുവിളിക്കുന്നവരുടെ ദൈവിക കരുതലുകൾ, ഹോസ്പിറ്റലിലായിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ കരുതലുകൾ, വീട്ടിൽ രോഗികളായിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കരുതലുകൾ. പ്രാർത്ഥിക്ക്. സൗഖ്യം, അത്ഭുതം, ദീർഘായുസ്, ആരോഗ്യത്തിന്റെ ദീർഘായുസ്, ആരോഗ്യത്തിന്റെ ദീർഘായുസ്. നേരിട്ട് പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചത്, ഫോണിൽ പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചത്, യേശുവിന്റെ നാമത്തിൽ ആയിരങ്ങളിൽ പ്രൊവിഷൻ, പ്രൊവിഷൻ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്റ്റ് സെന്റർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. We unite our hearts together. We unite our hearts together in the name of Jesus. ദേശങ്ങളിൽ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ രാജ്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരിൽ ദൈവത്തിന്റെ വിടുതൽ, വിടുതൽ. ദൂതന്മാർ ഇറങ്ങുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. മറ്റുള്ളവർക്ക് കഴിയാത്തത് നിന്നിലൂടെ ദൈവം ചെയ്യട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തി വിശ്വാസത്താൽ അത് ഏറ്റെടുത്ത്, ആ ബുദ്ധി ഏറ്റെടുത്ത് മക്കളെ, ആ സൗഖ്യം ഏറ്റെടുത്ത്, അനുഗ്രഹം ഏറ്റെടുത്ത്, ആ ഗർഭഫലം ഏറ്റെടുത്ത്, ആ തലമുറ ഏറ്റെടുത്ത്, ആ നന്മ ഏറ്റെടുത്ത്, ആ പ്രമോഷൻ ഏറ്റെടുത്ത്, ആ കൃപാവരങ്ങൾ ഏറ്റെടുത്ത്. ഇന്ന് ആശീർവാദം ഇല്ല,
ക്ലൈമറ്റ് മാറുന്നു. ക്ലൈമറ്റ് മാറുന്നു. ഇന്ന് ഏതായാലും കൊള്ളാം. വന്നപ്പോൾ നല്ല വെയിലായിരുന്നു, ക്ലൈമറ്റ് മാറി. കാക്ക വന്നു, മഴയും പെയ്യുന്നു. സ്തോത്രം. ഈ ആഴ്ച ഭയങ്കര രസമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചേത്ര നല്ലവനാ. നീ അറിയാതെ നിന്റെ അന്തരീക്ഷത്തെ മാറ്റുന്ന ദൈവം. സർവീസിൽ ഞാൻ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന എൻ്റെ ഒരു 25% തീർന്നല്ലോ. ഐ സപ്പോസ് ടു ഫിനിഷ് എലൈജ ടുഡേ. ഏലിയാവിനെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത ആഴ്ച എനിക്ക് ഇഫ്താഹിനെ കുറിച്ച് പറയാൻ, പിന്നെ ദെബോരയെ കുറിച്ച് പറയാനൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മൾ ആരും ലോക്കൽ പോലീസിന്റെ കീഴിലല്ല. അടുത്ത ആഴ്ച നമ്മൾ കേൾക്കും വാട്ട് ഹാപ്പൻ ഇൻ സീദോൻ. രഹസ്യത്തിൽ ഒരുക്കി ഹൈ ലെവൽ ബാറ്റിലേക്ക് നടത്തുന്ന ദൈവം. രഹസ്യത്തിൽ ഒരുക്കി, ചുടുചുടാവുള്ള കണ്ണുനീരിൽ രഹസ്യത്തിൽ ഒരുക്കി. ക്ലൈമറ്റ് മാറുന്നു. രഹസ്യത്തിൽ ദൈവം നിന്നെ ഇരുത്തുന്നു. വൈ? നീ ഒരിക്കലും പരസ്യകോലമാകാതിരിപ്പാൻ. എത്ര കാമ്യം പറയാൻ പറ്റും? നീ ഒരിക്കലും പരസ്യകോലം ആകാതിരിപ്പാൻ രഹസ്യത്തിൽ ദൈവം ഇരുത്തുന്നു. രഹസ്യത്തിൽ കാക്ക വരുന്നു. 360 പ്രാവശ്യം Elijah heard the wings sound of a ravens. The sound of the wings of the ravens. കാക്കയുടെ ചിറകടി ശബ്ദം 360 പ്രാവശ്യം ഭക്തൻ കേട്ടു. 6 മാസം, ഒരു ദിവസം 2 നേരം. അർത്ഥം, ദൈവത്തിന് അഡ്രസ് തെറ്റുകയില്ല. നിന്റെ പെർമിസിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ഡോറിൽ, നിന്റെ ഓഫീസിൽ, നിന്റെ ഫോണിൽ, നിന്റെ ഇമെയിലിൽ. ഐ നോ ഈ ദൂത് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. കാരണം ഇങ്ങനെ കത്തിങ്ങനെ ഇരിക്കുമ്പോൾ പോസ്റ്റ്മാൻ അറിയാം ഇത് ഏത് വീട്ടിലേക്കാ ഉള്ളതെന്ന്. സോ ഐ എം ജസ്റ്റ് എ പോസ്റ്റ്മാൻ. ഐ നോ ഇത് ഏത് വഴിക്കാ പോകുന്നത്. എൻ്റെ ഫോണ് ഓഫ് ചെയ്യൽ ഈ ആഴ്ച, കാരണം കാക്ക വരുന്നുണ്ട്. എൻ്റെ ഇമെയിൽ കൂടെ ചെക്ക് ചെയ്യണം, കാരണം കാക്ക വരുന്നുണ്ട്. പെന്തിക്കോസ് കാക്കയല്ല, പ്രതീക്ഷിക്കാത്ത കാക്ക വരുന്നുണ്ട്. ഐ നോ ദിസ് ഈസ് സംതിങ് ലൈക്ക് എ പ്രൊഫറ്റിക് അണ്ടർടോൺ. ഈ ദിവസങ്ങളിലുള്ളതായ ഒരു ബ്ലൂ പിക്ചറാണ് കർത്താവ് നിനക്ക് തന്നത്. ഈ ദിവസങ്ങൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്, ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഒരൊറ്റ വാക്ക് പോലും, ഒരു ശ്വാസം പോലും ജഡത്തിൽ നിന്ന് വരാതെ 100% കർത്താവ് നിങ്ങളോട് കൂടെ വരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ നല്ല ജനത്തിനായി സ്തോത്രം. അനുഗ്രഹമാക്കും, കരുതലും കാവലും നിർത്തും, ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിൽ നിർത്തും. കൈപിടിച്ച് എല്ലാവരെയും സൂക്ഷിച്ചാട്ടെ. ഈ കേട്ടത് എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വെളിപ്പെടട്ടെ. ഈ ജനത്തെ അനുഗ്രഹിച്ചയക്കുന്നു, വലിയ നാമത്തെ മഹത്വപ്പെടുത്തും. ഈ ആഴ്ച മുഴുവൻ അങ്ങയുടെ കരുതിൻ്റെ ദിവ്യമായ അനുഭവം നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആശീർവദിക്കും. നൽകിയ കൂട്ടായ്മയ്ക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ബൈ. 4 പേർക്ക് കൈകൊടുത്ത് പറഞ്ഞാട്ടെ, കരീതിന്റെ അനുഭവം പറഞ്ഞാട്ടെ. The experience of chariot. The experience of chariot. Bye. God be with you. Have a glorious week. ബാംഗ്ലൂർ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. 3-ാം മൂട് മീറ്റിങ്ങിന് എല്ലാവരും ഒത്ത് നമുക്ക് ഒരുമിച്ച് ആ ദേശത്തെ കീഴടക്കാം. Bye. God be with you. സ്തോത്രം. See you next week with the continuation of this series, The Warriors.